ഗായത്രിയുടെ നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹൊറർ ഫിലിമാണ്. എനിക്ക് പ്രേതത്തിനെ പേടിയുണ്ട്. അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആരും എൻ്റെ കഴുത്തിൽ പിടിച്ച് ഇങ്ങനെ ഇതാക്കണ പോലെ ആ ഒരു സ്ട്രഗിൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നല്ല പ്രാസമുള്ളത് പ്രണവിനോടുള്ള പ്രണയം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ദുൽഖറിനോട് ജെന്യൂനായിട്ട് പറഞ്ഞല്ലേ എല്ലാം. ഇതൊക്കെ എന്റെ തലയിലാവും. ഈ കാവൽ സിനിമയില് സുരേഷ് ഗോപി ചവിട്ടുന്ന ആ രംഗം ഉണ്ടല്ലോ, ഇല്ല എനിക്ക് സന്തോഷം വരുന്ന, കാരണം ഇവരെയൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന ആൾക്കാര്. എനിക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക് അഹങ്കാരം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ തിരിഞ്ഞൊക്കെ നോക്കുമ്പോ ഇരുട്ട സിനിമയില് പ്രേക്ഷകനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു റോള് വരുന്നു. ഭയങ്കര ടാസ്ക് വരുന്നു. ഡെപ്ത് ഉള്ള റോൾസ് ഒക്കെ തെലുങ്കിൽ നിന്നാണ് വന്നിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെയ്തു. പക്ഷെ ഇപ്പോ ഞാൻ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. 10-15 പടം ചെയ്തതിന് ഗുണമായിരുന്നു അങ്കമാലി ഡയറീസ്. പുള്ളി പറയും ഇന്ന് കാണുന്ന നാളെ ഉണ്ടാവില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇനി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, പൈസ എന്താക്കാം, നല്ല ഡ്രസ്സ്. ഒറ്റയടിക്ക് നമ്മൾ ഉയരങ്ങളിൽ പോയി എന്നുള്ള ചിന്ത പാടില്ല ഒരിക്കലും. പയ്യെ 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 ഉയരങ്ങളിൽ പോകാലോ. നേരത്തെ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരുന്നു ചോദിച്ചതേ. ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ തയ്യൽ സിനിമയുടെ വിശേഷങ്ങളുമായി ഗായത്രി, കിച്ചു, സിനിമയുടെ സംവിധായകൻ CS വിനയൻ. വെൽക്കം. താങ്ക് യു. ഗായത്രി, ഇപ്പോൾ ഈ സിനിമയുടെ പോസ്റ്റർ കണ്ടപ്പോൾ ഉണ്ടല്ലോ, തയ്യൽ മെഷീൻ എന്നാണ് ഈ സിനിമയുടെ പേര്. ഗായത്രിയുടെ നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹൊറർ ഫിലിമാണ് അല്ലേ, ഹൊറർ സിനിമയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ പൊതുവില് നമ്മൾ ഈ സ്ഥിരം കണ്ടുവരുന്ന ഒരു പാറ്റേണിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ മലയാള സിനിമയിലാകട്ടെ മറ്റ് സിനിമകളിലാകട്ടെ ഇപ്പം ഹൊറർ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് ഭ്രമയുഗം അല്ലേ. ഭ്രമയുഗം സംവിധാനം ചെയ്ത രാഹുലിൻ്റെ മുന്നേ ഉള്ള സിനിമ ഭൂതകാലം. നമ്മൾ ഇതുവരെ നമ്മൾ കണ്ട പാറ്റേണിനെല്ലാം ബ്രേക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു ഹൊറർ സിനിമ വരുമ്പോൾ ആൾക്കാരെ പേടിപ്പിക്കുക എന്നതിനപ്പുറമായിട്ട് ചിന്തിപ്പിക്കുക എന്നുള്ളൊരു ഫാക്ടറും കൂടി ഹൊററിലൂടെ സിനിമകളിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ തയ്യൽ മെഷീൻ എന്ന സിനിമ ഒരു വേറിട്ടൊരു ട്രീറ്റ്മെൻറ്റ്, ഏത് രീതിയിലാണ് ഹൊററിനെ വേറിട്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്? തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ തയ്യൽ മെഷീൻ ആ ഒരു കണ്ടന്റ് ബേസ്, തയ്യൽ മെഷീനാണ് അതിൻ്റെ ഒരു മെയിൻ കണ്ടന്റായിട്ട് വരുന്നത്. അപ്പോൾ പുതുതായിട്ടൊരു CA ഒരു നാട്ടിലൊരു ചാർജ് എടുക്കുമ്പോൾ അദ്ദേഹം താമസിക്കാൻ പോകുന്ന വീട്ടിലാണ് ഈ തയ്യൽ മെഷീൻ്റെ ഒരു സമീപം വരുന്നത്. അപ്പോൾ ആ തയ്യൽ മെഷീൻ കണ്ടന്റ് നമുക്ക് ഓവറായിട്ട് പറയാൻ പറ്റില്ല, കാരണം സബ്ജക്റ്റ് നമ്മുടെ വളരെ ചെറിയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ആ തയ്യൽ മെഷീൻ എന്ന് പറഞ്ഞ കണ്ടന്റ് മെയിൻ ആയതുകൊണ്ട് അതിൽ ഒരുപാട് ലെങ്തി ആയിട്ട് നമുക്ക് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ തയ്യൽ മെഷീനാണ് അതിൻ്റെ മെയിൻ കണ്ടന്റ്. അതാണ് തയ്യൽ മെഷീൻ എന്നുള്ള പേരിലോട്ട് വരാനുള്ള. കൂടുതലൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഷോർട്ട് വളരെ കുറച്ചുള്ളൂ സിനിമ. 1 മണിക്കൂർ 40 മിനിറ്റും ദൈർഘ്യം സിനിമയ്ക്ക് മൊത്തത്തിലുള്ളൂ. അപ്പോൾ വളരെ ഷോർട്ട് പീരീഡിൽ നിന്ന് ചെയ്തേക്കുന്ന ഒരു ഇതായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് അധികം കൂടുതലായിട്ട് അതിൻ്റെ കണ്ടന്റ് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഗായത്രി ഇപ്പം മലയാള സിനിമയെക്കാട്ടിയും മറ്റ് സിനിമകളിൽ, അതായത് തെലുങ്കില്, തമിഴിലൊക്കെയാണ് ഗായത്രി ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണ്? മലയാള സിനിമയിൽ നിന്ന് ഒരു ബോധപൂർവമുള്ള മാറി നിൽക്കലാണോ, അതോ കൂടുതൽ അവസരങ്ങൾ മലയാള സിനിമയിൽ കുറയുന്നതാണോ, അതോ അവസരങ്ങൾ അവിടെ നിന്നാണോ കൂടുതൽ വരുന്നത്? എനിക്ക് കൂടുതലും ഡെപ്ത് ഉള്ള റോൾസ് ഒക്കെ തെലുങ്കിൽ നിന്നാണ് വന്നിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെയ്തു. പിന്നെ മലയാളത്തിൽ നിന്ന് വന്ന അവസരങ്ങളും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാളം ചെയ്തത് കുറവായത്. പക്ഷെ ഇപ്പോൾ ഞാൻ പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ സിനിമയുണ്ട്, പിന്നെ ഞാൻ ഒരുപാട് സിനിമകളുടെ കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. ഓ മൈ ഗോഡ്, അവസാനം മലയാളത്തിൽ തന്നെ എന്നുള്ള ഒരു സന്തോഷം. അത് നമ്മളെപ്പോഴും നമ്മളുടെ ഒരു കരിയർ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ടല്ലോ. അതായത് എപ്പോഴും ഏതൊരു കരിയറിൽ നിൽക്കുന്ന ആളാണെങ്കിലും, പ്രത്യേകിച്ച് സിനിമ പോലത്തുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കരിയറിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാമല്ലോ, എന്തുകൊണ്ടായിരിക്കാം മലയാള സിനിമയിൽ അവസരങ്ങൾ കുറയുന്നത് എന്നതിനെ കുറിച്ച് ഗായത്രി തന്നെ ഒരു ചിന്തനം നടത്തി നോക്കുമല്ലോ. അപ്പൊ ഗായത്രിക്ക് എന്താ തോന്നിയിട്ടുള്ളത്, എന്തുകൊണ്ടായിരിക്കാം? അത് വേറെ ആരെയും ബ്ലെയിം ചെയ്യാൻ എനിക്ക് പറ്റില്ല. എൻ്റെ തന്നെ ഒരു പിഴവ് കൊണ്ടാണെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. എനിക്ക് സിനിമയിൽ വന്നപ്പോൾ പെട്ടെന്നൊരു ഫ്രീഡം കിട്ടി. പെട്ടെന്ന് ഈ ഒരു ലോകം, പെട്ടെന്ന് എനിക്ക് എല്ലാം തന്നെ ചെയ്യാനുള്ളൊരു ഫ്രീഡം കിട്ടി. അപ്പം ഞാൻ കൂടുതൽ സിനിമേനെ ശ്രദ്ധിക്കുന്നതിൽ പകരം ഞാൻ കൂടുതലും ഫ്രണ്ട്സിന്റെ പിന്നാലെ അങ്ങനെ പാർട്ടീസ്, തുറന്നു പറയാം, പാർട്ടീസൊക്കെ ആയിട്ട് പോയി പൊളിച്ചു. അതെ, കുറെ നാൾ പൊളിച്ചു. അപ്പോൾ അങ്ങനെയാണ്
ഉഴപ്പി. കയ്യിൽ കിട്ടിയതിന്റെ വാല്യൂ എനിക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല. അത് പിന്നീട് എനിക്കിത് ഇപ്പോഴൊക്കെയാണ് ഓ മൈ ഗോഡ് എന്ന് എനിക്ക് മനസ്സിലാവണം. പക്ഷെ ഇപ്പൊ ഐ എം ട്രൈങ് ടു റീഗെയിൻ ഇറ്റ് ബാക്ക്. അതായത് മെന്റലി കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയില്ലേ? ഇപ്പോൾ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മൾ ഈ ചെറിയ പ്രായത്തില് സിനിമയിൽ വരുന്നു, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നു, ഗ്ലാമറിന്റെ ലോകം, അത് പലപ്പോഴും നമ്മളെ മെന്റലി വളരെയധികം ഡിസ്ട്രാക്ട് ആക്കുമല്ലേ? ആ ഒരു ഗ്ലാമർ കിട്ടിയ ആ ഒരു ഫെയിം എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് പക്ഷെ ആ ഒരു പ്രായത്തിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. അതന്നെ മാത്രമല്ല നമ്മള് തെറ്റായ രീതിയിലുള്ള ഉപദേശങ്ങളും പലരും നമുക്ക് തരും. അതുണ്ട്. പെട്ടെന്ന് നമുക്ക് എനിക്ക് അഹങ്കാരം വന്ന ഒരാളാണ്, അതായത് സിനിമയെ. അതെ അതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ആൾക്ക് അതെനിക്ക് മനസ്സിലായിട്ടും ഉണ്ടായിരുന്നില്ല എനിക്ക് അഹങ്കാരം ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ തിരിഞ്ഞൊക്കെ നോക്കുമ്പോൾ കയ്യെ കിട്ടിയതിനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കി വിട്ടു. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയോണ്ടിരിക്കും, എന്താ കിട്ടാണ്ടേ, നമ്മൾ വിചാരിക്കും നമ്മളെ പറ്റി തന്നെ എനിക്ക് എന്താ ഭയങ്കര കഴിവല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഹ്യൂമിലിറ്റി ഇല്ലാതെ അങ്ങോട്ട് പോയി അവസരങ്ങൾ ചോദിക്കാതൊക്കെ മടിയുണ്ടായിരുന്നോ? അതൊക്കെ എനിക്ക് എന്താ പറയാ, ഷാറൂഖ് ഖാൻ നമ്മളെ ഒരുപാട് പേരിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അപ്പൊ ഷാറൂഖ് ഖാൻ പറഞ്ഞിട്ട് ഐ ഹവ് നെവർ എന്താ ഗോൺ ഇൻ സെർച്ച് ഓഫ് ഓഫേഴ്സ് എന്നൊക്കെ. അപ്പൊ മേ ബി ഇതൊക്കെ സബ് കോൺഷ്യസ്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവസരം ഒന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഞാൻ എല്ലാവരോടും ചോദിക്കും ചേട്ടാ SRK ഒരു ആ ലെവലിൽ എത്തിയിട്ടാണ് അങ്ങനെ ചോദിക്കണമെന്നാണ് എല്ലാവരും പറയാറ്. അവസരങ്ങൾ ചോദിച്ചാലേ കിട്ടുള്ളൂ. മമ്മൂക്ക പോലും പല ഇന്റർവ്യൂസിലും പറയാറുണ്ട് ഇപ്പോഴും ചാൻസ് ഇപ്പോഴും ഇതുപോലത്തുള്ള ഡയറക്ടേഴ്സ്, യൂത്ത് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ അടുത്ത് അല്ലേ മമ്മൂക്ക പ്രത്യേകിച്ച് നോട്ടീസ് ചെയ്യുന്ന വിജയനെ പോലത്തുള്ള യൂത്ത് ആയിട്ടുള്ള ഡയറക്ടർമാരെയാണ്, പുതിയ ആൾക്കാർ. കിച്ചു ഇപ്പോൾ അങ്കമാലി ഡയറീസ് ആണ് കിച്ചുവിന്റെ തുടക്കം. അതായത് ഇത്രയും നല്ലൊരു മികച്ചൊരു മലയാളത്തിലെ തന്നെ മികവുറ്റൊരു സംവിധായകന്റെ കൂടെ തുടങ്ങാൻ പറ്റി, കരിയർ ആരംഭിക്കാൻ പറ്റി. അജഗജാന്തരം അതിനകത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു, വലിയൊരു പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു അജഗജാന്തരത്തിലെ. ഇപ്പോൾ സിനിമയുടെ ഒരു കരിയർ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കിച്ചു ഒരു പ്ലേസ് ചെയ്യുന്നൊരു റോളുണ്ടല്ലോ, അതായത് കുറച്ചുകൂടെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഇരട്ടയിലൊക്കെ കിച്ചുവിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അതെ. പക്ഷേ നമുക്ക് ആ ഇരട്ട സിനിമയിൽ ആ റോളൊക്കെ നമുക്ക് അത്രയധികം നമുക്ക് മനസ്സിനെ വളരെയധികം ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന, പ്രേക്ഷകനെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു റോളുമായിരുന്നു, അതുപോലത്തെ ഒരു പെർഫോമൻസും ആയിരുന്നു കിച്ചുവിൻ്റെ. ഭയങ്കര ടാസ്കുമായിരുന്നു അത്. കാരണം ഞാൻ അത്രയും വെറുപ്പിച്ചാലാണ് എൻ്റെ മക്കള് അത് ചോദിച്ചേണ്ട ക്യാരക്ടർ വെറുപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരിയായിട്ട് ഇനിയൊരു അവസരം, അതിനുവേണ്ടി എങ്ങനെ ഇപ്പോൾ കിച്ചു തന്നെ പറഞ്ഞു അങ്ങോട്ട് അവസരങ്ങൾ ചോദിക്കാറുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയിലും ലിജോ ജോസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ലിജോ ചേട്ടൻ ഇടയ്ക്ക് വിളിക്കും നമ്മൾ, പക്ഷെ ഒരിക്കലും ചാൻസ് ചോദിച്ചിട്ട് കാര്യമില്ല. പുള്ളിക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ പടത്തിലൊക്കെ വന്നത്, അങ്കമാലി ഡയറീസിലൊക്കെ. പുള്ളിക്ക് ആപ്റ്റാണെങ്കിൽ പുള്ളി വിളിക്കും, നമ്മളങ്ങോട്ട് ചാൻസ് ചോദിക്കണമെന്നില്ല ആരായാലും. ഇപ്പോൾ ഈ സിനിമയുണ്ടല്ലോ തയ്യൽ മെഷീൻ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടാണോ? അല്ലേ? എന്താണ് നിങ്ങളുടെ റോൾ? എന്താണ്? അതായത് ഇപ്പോൾ നേരത്തെ ഡയറക്ടർ വിനയം പറഞ്ഞില്ലേ, ഇതൊരു ചെറിയ പടമാണ്. അപ്പം ഇതിനകത്തൊരു പോലീസ് ക്യാരക്ടറാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഒരു സ്ഥലത്തേക്ക് വരുന്നതും അവിടെ ഉണ്ടാകുന്ന കുറച്ച് വിഷയങ്ങളും അതിനെ സംബന്ധിച്ച് ഉണ്ടാകുന്ന അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പോകുന്നത്. അവിടെയാണ് ഗായത്രിയുടെ ക്യാരക്ടർ വരുന്നതും. പിന്നെ നമ്മളങ്ങോട്ട് തുടങ്ങിയല്ലേ. ഈ പോലീസ് ക്യാരക്ടേഴ്സ് ഒരുപാട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, പേഴ്സണൽ ലൈഫിലും ആ ഒരു പോലീസുകാരൻ്റെ റഫ് ആൻഡ് ടഫ് പേഴ്സണൽ ലൈഫിലേക്കും വരാറുണ്ടോ? ഇല്ല, ഞാൻ പേഴ്സണൽ ലൈഫിൽ അത്യാവശ്യത്തിന് ജോളിയാണ്. അല്ല, എൻ്റെ ഫ്രണ്ട്സിനായാലും എല്ലാവർക്കും അറിയാം, തമാശയൊക്കെ പറഞ്ഞ ഒരാളാണ്. കാണാൻ വെച്ച റഫൊക്കെയാണ് ഞാൻ. പിന്നെ ഓരോ ഡയറക്ടർമാരുടെ എന്താ തീരുമാനങ്ങൾ പോലെ അല്ലേ. ഇപ്പൊ കാവൽ എന്ന് പറഞ്ഞ പടത്തില് ഒരു ചൊറിയണ പോലീസായിരുന്നു, പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനത്തെ ഒരു പോലീസല്ല, ഒരു ഫാമിലി മാനാണ്. എനിക്കൊരു ഭാര്യയുണ്ട്, കൊച്ചുണ്ട്, അങ്ങനത്തെ ഒരു മൂഡ് പോണ ഒരു പടമാണ്. കാവൽ സിനിമയിലെ സുരേഷ് ഗോപി ചവിട്ടുന്ന ആ രംഗം ഉണ്ടല്ലോ, അത് ഭയങ്കര അധികം ചർച്ച ചെയ്യപ്പെട്ടല്ലോ. അത് അത്രത്തോളം കോൺട്രവേഴ്സിയൽ ആയപ്പോ കിച്ചുവിന് എന്തായിരുന്നു ആ ഒരു കോൺട്രവേഴ്സിയിലോട്ട് കിച്ചുവിന്റെ കാലം പേടിച്ചു പോയോ? ഇല്ല, എനിക്ക് സന്തോഷമായിരുന്നു. കാരണം ഇവരെയൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന ആൾക്കാരല്ലേ സുരേഷ് ചേട്ടനൊക്കെ. അപ്പൊ അവരോട് അഭിനയിക്കാൻ പറ്റിയതിന്റെ വലിയ കാര്യം. പിന്നെ എനിക്കറിയാം ആ പോസ്റ്റർ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്യാൻ പോണെന്നുള്ളത്. അതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അവരടി കൊണ്ടാലെന്താ. അതെ, ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലും കൂടെ ഞാൻ ചോദിക്കുകയാണ് കേട്ടോ. പൊതുവേ നമ്മൾ ഈ ഹൊറർ സിനിമകളുടെ, മലയാള സിനിമയിലെ ഒരിടയ്ക്കിറങ്ങിയ ഹൊറർ സിനിമകൾ നമ്മൾ പൊതുവേ കാണുന്ന ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, വെള്ള സാരി, നീണ്ട മുടി, പിന്നെ ബ്ലഡ് വരുന്നു.
അതൊക്കെ കാണുമ്പോൾ തന്നെ അതൊക്കെ ഇപ്പോൾ ഒരു ട്രോൾ മെറ്റീരിയലാണ്. അത്തരം യക്ഷ ഫിഗേഴ്സ് ഒക്കെ ഇപ്പോൾ ഒരു ട്രോൾ മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിച്ചു എന്ന പ്രേക്ഷകനെ പേടിപ്പിക്കണമെങ്കിൽ, ഒരു പ്രേതം വന്ന് പേടിപ്പിക്കണമെങ്കിൽ, കിച്ചു എന്ന പ്രേക്ഷകൻ പേടിക്കണമെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു യക്ഷിയായിരിക്കണം, പ്രേതമായിരിക്കണം? വെള്ളസാരി ഒന്നും വേണമെന്നില്ല. ഇപ്പൊ നമ്മുടെ പടത്തില് വെള്ളസാരി ഉപയോഗിച്ചിട്ടേ ഇല്ല. ആദ്യമേ പറഞ്ഞായിരുന്നു എന്നുള്ളതല്ല, നമ്മളിപ്പം ഈ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുമല്ലോ, ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുമല്ലോ, പ്രേതത്തിനെ കാണിക്ക പോലും ഇല്ല, പക്ഷെ നമ്മൾ പേടിക്കും. അത് ഇൻസിഡൻസ് പോലെ ഇരിക്കും, ആ സീൻ പോലെ ഇരിക്കും. ചിലപ്പോൾ പ്രേതം ഉണ്ടാവണമെന്നില്ല, അതിൻ്റെ എന്താ പറയുക പ്രസൻസ് മതിയാവും, അല്ലെങ്കിൽ ചില ശബ്ദങ്ങൾ മതിയാവും. അങ്ങനെയൊക്കെ പേടിക്കാം നമ്മൾ. ഇപ്പം നമ്മൾ ആരായാലും ചിലപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ ഒന്ന് ഞെട്ടൂലേ, അങ്ങനെയൊക്കെ കേട്ടോ. ഗായത്രിക്ക് അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞു. പക്ഷെ എനിക്കതൊരു സംശയമുണ്ട്. സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടല്ലോ, അതാണോന്നും സംശയമുണ്ട്. ഒരേ മുഖത്തിന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ രാജാക്കാട് വയനാടൊക്കെ ആയിരുന്നു അതിന്റെ ഷൂട്ടിങ്. അപ്പൊ നിക്കണ സ്ഥലവും അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. അപ്പൊ രാത്രി ഉറങ്ങണ സമയത്ത് ആരും എന്റെ കഴുത്തിൽ പിടിച്ച് ഇങ്ങനെ ഇതാക്കണ പോലെ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് സ്ലീപ്പ് പാരലിസിസും അങ്ങനെ ഉണ്ട്. അല്ല, അപ്പൊ ആ ഒരു സ്ട്രഗിൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ അത് പ്രേതമാണോ ഹൊററാണോ അതോ നമ്മുടെ ചിന്തയായിരിക്കാം. അതെ. അല്ല, ഗായത്രിക്ക് പൊതുവെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലൊക്കെ, കാരണം നമ്മൾ പൊതുവെ എല്ലാവരും കുറച്ച് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്നവരൊക്കെ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയും. പക്ഷേ ഗായത്രിക്ക് ഇതെല്ലാം ഒരു അന്ധവിശ്വാസങ്ങൾ മാത്രമാണോ? എനിക്ക് പ്രേതത്തിനെ പേടിയുണ്ട്. അതായത് പ്രേതമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പ്രേതമുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കാനാണ് എനിക്കിഷ്ടം. വിശ്വസിച്ചാൽ ഈശ്വര കഴിഞ്ഞില്ലേ, പ്രേതം ഉണ്ടല്ലോ പിന്നെ. അല്ല, അപ്പം ഇതെല്ലാം ഒരു അന്ധവിശ്വാസമാണെന്നാണ് ഗായത്രിക്ക് തോന്നുന്നത്, അങ്ങനെയുണ്ടോ? അല്ല, ഒരു എനർജി ഉണ്ട്, നെഗറ്റീവ് എനർജി ഉണ്ട്. പക്ഷെ ഇത് പ്രേതമായിട്ട് തന്നെയാണോ എന്ന് പറയാൻ പറ്റില്ല. അതെ. ഈ ഗായത്രി, ഇപ്പോൾ ഞാൻ ഗായത്രിയുടെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുന്നേ നമ്മളെപ്പോഴും റിസർച്ചായിട്ട് പലരും കയറി പോകുന്ന ഈ ട്രോളുകളാണ്. ഗായത്രിയുടെ ട്രോളുകൾ, ഗായത്രി പാടിയ പാട്ട്, ഗായത്രി എല്ലാം വളരെ കൂളായിട്ടാണ് അതൊക്കെ സമീപിക്കുന്നത്. പലപ്പോഴും ഡൗട്ട് തോന്നിയിട്ടുണ്ട്, അതൊക്കെ ഒരു കോണ്ടന്റിന് വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഓ, അത് ഇതെന്നോട് പല ആൾക്കാരും പറയാറുണ്ട്. കാരണം എനിക്കിപ്പോ ഗായത്രിയോട് സംസാരിക്കുമ്പോൾ വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ട്രോളുകൾ കാണുമ്പോൾ നമ്മൾ അങ്ങ് ഡൗട്ട് അടിച്ച് ഇത് കോണ്ടന്റിന് വേണ്ടി മനഃപൂർവ്വം ഒന്ന് ശ്രദ്ധ കിട്ടാൻ വേണ്ടി പറയുന്നതാണോ? ഓഫ്കോഴ്സ്, ശ്രദ്ധ കിട്ടാൻ വേണ്ടി, അറ്റൻഷൻ. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇരുന്ന് പറയുമ്പോൾ അത് ആൾക്കാർ ശ്രദ്ധിക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷേ എനിക്ക് തെറ്റുകൾ പറ്റാൻ എനിക്ക് കുഴപ്പമില്ല. ഐ എം നോട്ട് അഫ്രെയ്ഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഈ പ്രശ്നം, ഈ തെറ്റുകളും ഇതൊക്കെ. പിന്നെ ഞാൻ ഹോംവർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ സെൻസിബിൾ ആയി എന്ന് പറയുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ ഹോംവർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് എൻ്റെ മേത്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഡിഫറൻസ് ആയിരിക്കും ചിലപ്പോൾ തോന്നണേ. പക്ഷെ പണ്ട് ഈ പറഞ്ഞ പോലെ അത്ര ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് സിനിമയിൽ എന്തെങ്കിലുമൊക്കെ വലുതാവണം, ഇനി എനിക്ക് നന്നാവണം എന്നൊക്കെയുള്ള എനിക്കൊരു തോന്നൽ വന്നേ. അല്ല, നമ്മളെ ലൈഫിൽ എപ്പോഴും ഒരു ബാഡ് ഫേസും ഗുഡ് ഫേസ് ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ ബാഡ് ഫേസിലൂടെ പോയാലേ ഗുഡ് ഫേസ് ഉണ്ടാവും. അതാണ് ലൈഫ് എന്ന് പറയുന്നത്. എല്ലാം ഫേസ് ചെയ്യണമല്ലോ, എപ്പോഴും സന്തോഷം മാത്രം പോരല്ലോ. അതെ അല്ലേ, സന്തോഷം മാത്രമായിട്ട് അങ്ങനെ ആർക്കും പറ്റില്ല. അപ്പോൾ ഗായത്രി പറഞ്ഞ ആ ട്രോൾ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു ബാഡ് ഫേസിൽ ഇരിക്കുന്ന സമയത്ത്, ആ സമയത്ത് ഉള്ള ഒരു പറച്ചിലായിരുന്നു, അതാണോ ട്രോൾ മെറ്റീരിയൽ ആയത്? അതായത് ഒന്നും ചിന്തിക്കാതെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടാതെ ആ ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു പോയതാണോ? അതെ, നമ്മുടെ ഉള്ളു ശരിയല്ലെങ്കിൽ നമ്മുടെ പുറമേയും ശരിയാവില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളൊക്കെ ആകെ, എൻ്റെ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ഒക്കെ വളരെ എന്താ പറയാ തെറ്റിക്കിടക്കുന്ന സമയമായിരുന്നു. അപ്പൊ നമ്മൾ പറയണതും ചിന്തിക്കണതും ബോഡി മൈൻഡ് സോള് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. പറയണത് വേറെ, ഇത് വേറെ, അങ്ങനത്തെ ഒരു ഫേസ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം അലൈൻമെന്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ ബോഡിക്ക്, എൻ്റെ സോളിനനുസരിച്ചിട്ടാണ് എൻ്റെ മൈൻഡ് പ്രവർത്തിക്കുന്നത്, എൻ്റെ മൈൻഡിനനുസരിച്ചിട്ടാണ് എൻ്റെ ബോഡി പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് അറ്റൈൻമെന്റിനുള്ള ഒരു ജേർണിയിലാണ്. എനിക്കൊന്ന് ഗായത്രി പറഞ്ഞ പോലെ തന്നെ ഈ ഫെയിം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു പിടുത്തം കിട്ടാത്തതിന്റെ കൂടെ പ്രശ്നമായിരുന്നല്ലേ? ഫെയിം എങ്ങനെ മാനേജ് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയി. അതായത് നമ്മൾ പെട്ടെന്ന് എവിടെയോ എത്തിയ ഒരു ഫീലിംഗ് ഒക്കെ ആയിപ്പോയി. അല്ലെങ്കിൽ നമ്മളെ തന്നെ ഓവർ റേറ്റ് ചെയ്യണതിന്റെ പ്രശ്നം.
നമ്മുടെ ടാലന്റിനെ തന്നെ ഓവർ റേറ്റ് ചെയ്യുക. ഭയങ്കര ടാലന്റ് ആണ് എനിക്ക്, അപ്പൊ എല്ലാം ഇങ്ങോട്ട് വരും, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ കൗച്ചിൽ നിരുന്നാൽ മതി, എല്ലാവരും നമ്മളെ ഇങ്ങോട്ട് തേടി വരും എന്നൊക്കെ ഉള്ളൊരു. അല്ല, കിച്ചുവിന്റെ കരിയർ തുടങ്ങിയത് തന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നാണ്, അങ്കമാലി ഡയറീസ്. അപ്പോൾ നമ്മൾ ഈ തുടക്കം തന്നെ ഈ സക്സസ്സിലാവുമ്പോൾ ഉണ്ടല്ലോ, മുരളി ഗോപി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തുടക്കം സക്സസ്സിലാവുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, തുടക്കം എപ്പോഴും പരാജയത്തിൽ തുടങ്ങുന്നതിന് നല്ലത്. അത് ഞാൻ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട്. നമുക്കൊരു 10 പടം ചെയ്തതിൻ്റെ ഗുണമായിരുന്നു, 10-15 പടം ചെയ്തതിൻ്റെ ഗുണമായിരുന്നു അങ്കമാലി ഡയറീസ്. കാരണം പിറ്റേ പടം തൊട്ട് നമുക്ക് പൈസ അല്ലെങ്കിൽ എന്താ സൗകര്യം അതെല്ലാം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം അതിപ്പോൾ ഗായത്രി പറഞ്ഞ പോലെ ഞാൻ അത് എൻജോയ് ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ കറക്റ്റ് അത് ഓക്കെ, അത് ഓരോന്ന് വരുന്നു, അതങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോണോണ്ട് കുഴപ്പമില്ല. അല്ല, പറഞ്ഞല്ലോ ഇതുപോലെ എൻജോയ് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന സംവിധായകൻ, അദ്ദേഹം എങ്ങനെയാണ് ഗ്രൂം ചെയ്തെടുത്തത്? കാരണം ഇത്രയും ഫെയിമിലെത്തിയല്ലോ, ഫസ്റ്റ് സിനിമ തന്നെ സക്സസ് ആയി. ഈ ഒരു ഫെയിമിൽ വീണു പോവാതിരിക്കാൻ വേണ്ടി അദ്ദേഹം എങ്ങനെയാണ് ഒരു സപ്പോർട്ട് നൽകിയത്? പുള്ളി പറയും ഇന്ന് കാണുന്ന നാളെ ഉണ്ടാവില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. കറക്റ്റ്, അത് ഇന്ന് കാണുന്ന നാളെ ഉണ്ടാവില്ല, നാളെ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ ഉയരങ്ങളിൽ പോയി എന്നുള്ള ചിന്ത പാടില്ല ഒരിക്കലും. പയ്യെ 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 ഉയരങ്ങളിൽ പോകാലോ. എനിക്ക് തോന്നുന്നു അത് വിജയന് ഉള്ളൊരു നല്ലൊരു പാഠമാണല്ലേ. കാരണം ലിജോ ജോസ് പെല്ലിശ്ശേരി അദ്ദേഹത്തിന് നൽകിയൊരു ഉയരം. കാരണം നമ്മളിപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു. അല്ലാതെ ഒരു കാര്യം, ഞങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെ പലവർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ പേരുകളൊന്നും പറയാനില്ല. നേരത്തെ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിരുന്നു ചോദിച്ചതേ. നമ്മൾ പലവരും അങ്ങനെ കാണിച്ചു പോയ ആൾക്കാരുണ്ട്, ഫെയിമിൻ്റെ ഇതിൽ കാണിക്കാത്തവരുണ്ട്. പക്ഷെ കാണിച്ചു പോയവരിപ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്തവരുണ്ട്. അല്ല, ഈ അങ്ങനെ ഫെയിം കാണിച്ചു പോയവർക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടാതെ, സിനിമ ഒന്നും കിട്ടാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് അങ്കമാലി ഡയറീസിലുള്ള നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴും എല്ലാവർക്കും. എനിക്കൊന്ന് അങ്കമാലി ഡയറീസിൽ ചെയ്ത പല പ്രമുഖ നടന്മാരും ഇതുപോലെ ആ ഒരു ഫെയിമിന്റെ വഴിക്ക് പോയി അവർക്ക് അവസരം ആയിരിക്കാം. വിനയൻ, ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശം ഉണ്ടല്ലോ, കിച്ചുവിന് കൊടുത്തൊരു ഉപദേശം, ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നത് എന്നുള്ളത്. എന്താണ് വിനയൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നിയിട്ടുള്ളത്? ഇപ്പം ഒരു സിനിമ സംവിധാനം ചെയ്യുക, പ്രത്യേകിച്ച് ഒരു ഹൊറർ ജോണറിലുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അതിനകത്ത് ടെക്നിക്കലായിട്ട് നമുക്ക് നല്ല ധാരണകൾ വേണം. എന്താ പറയുക, ഈ ഒരു ചെറിയ ഒരു 2 ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ചെയ്തൊരു മൂവിയാണ്. നമ്മൾ മൊത്തം ഇതിന് 17 ദിവസത്തെ ഒരു ഷൂട്ടുള്ളൂ. 20 ദിവസം പ്ലാൻ ചെയ്തു, 17 ദിവസം കൊണ്ട് ഇത് പൂർത്തീകരിച്ചു. അപ്പം ഞങ്ങൾ ആ പരിമിതികളുണ്ടല്ലോ, പരിമിതികളുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാം സപ്പോർട്ട് കിട്ടി, ടെക്നിക്കൽ സൈഡിൽ നിന്നാണ് സപ്പോർട്ട്. പക്ഷേ ആദ്യത്തെ മൂവി ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നമായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ആ മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഔട്ട് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കൊറോണ അതിന് നമുക്കൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഒരു 1 വീക്ക് കിടന്നപ്പോഴത്തേക്കും തിയേറ്റേഴ്സൊക്കെ അടച്ചു. അങ്ങനെ നമുക്ക് ഈ സിനിമ ഞങ്ങളങ്ങനെ, ഞാനും എൻ്റെ വൈഫും കൂടി, ഇത് വൈഫാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വൈഫും ഞാനും കൂടി പ്ലാൻ ചെയ്തു, പിന്നീട് നമുക്ക് ഇനിയൊരു പ്രൊഡ്യൂസർ ഉണ്ടാകും, നമ്മൾ സ്വന്തമായിട്ട് എപ്പോൾ നമ്മളതിൽ ഒരു ഫണ്ട് ഉണ്ടാവുന്നോ അന്ന് നമുക്ക് ചെയ്താൽ മതി വെച്ചാൽ ഞങ്ങൾ ഓൺ പ്രൊഡക്ഷനാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. കിച്ചു, ഞാൻ ഈ അജഗജാന്തരം സിനിമ കണ്ടപ്പോൾ ഉണ്ടല്ലോ, സിനിമ കഴിഞ്ഞ് അതിൻ്റെ തിരക്കഥാകൃത്ത് കിച്ചുവിൻ്റെ പേരിങ്ങനെ ടൈറ്റിൽ തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഇതെങ്ങനെയായിരിക്കും കിച്ചു ഇത് സ്ക്രിപ്റ്റ് ചെയ്തതെന്ന്. കാരണം ഇത്രയും ഫൈറ്റ് സീക്വൻസ്, അപ്പം ഇതെങ്ങനെയാണ് ഇത് എഴുതുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പിടുത്തം കിട്ടിയില്ല. കാരണം ഇത്രയും ഹെവി ഫൈറ്റ് സീക്വൻസ് വരുമ്പം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിൽ അതെങ്ങനെ എഴുതി പിടിപ്പിക്കുക എന്നുള്ളത് എനിക്കിപ്പോഴും വലിയൊരു അത്ഭുതമാണ്. അല്ല, ഈ പറഞ്ഞോട്ട് എഴുതി പിടിപ്പിക്കാൻ എനിക്ക് പറ്റുള്ളൂ, ഷൂട്ട് ചെയ്യാന്നുള്ളത് ടിനു പാപ്പച്ചൻ എന്നൊരു വ്യക്തിയുടെ കഴിവാണെന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ് ലൈഫിലാ, ഈ ഇടിയും ബഹളമൊക്കെ. അപ്പൊ അത് കറക്റ്റ് അറിയാം. അല്ല, അത് കുറച്ചുകൂടെ ഈസിയാണോ ഒരു ഫൈറ്റ്, അതായത് ഒരു ഇടിപ്പടത്തിന്റെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഈസിയാ? തുടക്കം മുതൽ ചെയ്തുകൊണ്ടിരുന്ന പടം അതൊക്കെ ആയതുകൊണ്ട് അങ്കമാലിയൊക്കെ ഇടിപ്പടമല്ലേ. അതെ അതെ. അപ്പം ഈ നമ്മൾ ഈ പൊതുവെ ഇങ്ങനെ ഇടിപ്പടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പം പല വിമർശനങ്ങളും വരുന്നുണ്ട്, ഒരുപാട് വയലൻസ് സിനിമയിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് പോയി ഒരു സിനിമ കാണാന്നുള്ളത് നമ്മളൊരു വീക്കെൻഡ് അപ്പോൾ എല്ലാ ഫാമിലിയുടെ ഒരു ആഗ്രഹമല്ലേ, കുട്ടികളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു സിനിമ കാണുക എന്നുള്ളത്. പക്ഷെ ഒരുപാട് സിനിമയിൽ വയലൻസ് വരുമ്പോൾ നമുക്ക് കുട്ടികളെയും കൊണ്ട് തിയേറ്ററിൽ കയറാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ തമിഴ് സിനിമയായ ടൂറിസ്റ്റ് ഫാമിലിക്ക് ഇത്രത്തോളം ഒരു അംഗീകാരം കിട്ടിയത് ആ സിനിമ എല്ലാവർക്കും ചേർന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. അതിനെ തുടർന്ന്
പെട്ടെന്ന് തന്നെ തമിഴ് സിനിമയിൽ ഇപ്പോൾ 3 BHK വരുന്നു, ആ ജോണറിലുള്ള സിനിമകൾ വരുന്നു. ഇപ്പം മലയാളത്തിലാണെങ്കിൽ തന്നെയും കൂടുതൽ ആൾക്കാർ ഇതുപോലെ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് മക്കളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാണാൻ ഒരു സിനിമ വേണം എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു ഫാമിലി ഡ്രാമ അത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സിനിമകൾ ചെയ്യണം, അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? അതോ കിച്ചുവിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഈ ഒരു ഫൈറ്റ് പടത്തിലാണോ? അങ്ങനെയല്ല. വേറെയും 2 സ്ക്രിപ്റ്റുകൾ തന്നെ വരുന്നുണ്ട്. ഇടിയല്ലാത്ത പരിപാടികളൊക്കെ വരുന്നുണ്ട്, ഫുൾ ഹ്യൂമർ പരിപാടി വരുന്നുണ്ട്. പിന്നെ ഇടി ഞാൻ പറഞ്ഞല്ലോ, അത് ചിലത് റിയൽ ഇൻസിഡൻസ് ആണ്. അപ്പൊ നമ്മളത് അങ്ങനെ തന്നെ എഴുതിയില്ലെങ്കിൽ അതിന്റെ രസം പോകും. ഇപ്പൊ ഇവിടെ മാർക്കോ എന്ന് പറഞ്ഞ പടം ഇറങ്ങി. എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾ വരെയും പടം കണ്ടിട്ട് തിയേറ്ററിൽ പോയി. പക്ഷെ അങ്ങനെ കാണാൻ പാടില്ല അല്ലേ? പാടില്ലെങ്കിലും പിള്ളേർ വരെയും പറഞ്ഞിട്ടുണ്ട് മാർക്കോ കാണണം എന്ന് പറഞ്ഞ ഒച്ചപ്പാടായിരുന്നു പല പിള്ളേരും. ഇവര് തിയേറ്ററിൽ പോയില്ലെങ്കിലും ടെലിഗ്രാമിൽ വരുമ്പോൾ പിള്ളേർ ഡൗൺലോഡ് ചെയ്തിട്ട് കാണും. നല്ല സിനിമയാണെങ്കിൽ എന്തായാലും ആളുകൾ കാണും. അതിൽ വയലൻസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഫാമിലി ആവണമെന്ന് നിർബന്ധമില്ല. നല്ല പടമാണെങ്കിൽ ആളുകൾ കാണും. ഓക്കെ. പക്ഷേ കിച്ചുവിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ റേറ്റിംഗ് കൊടുക്കുന്നത്, സെൻസർ ബോർഡ് റേറ്റിംഗ് കൊടുക്കുന്നത് ആ പ്രായത്തിനനുസരിച്ചുള്ള ആൾക്കാരാണ് ഈ സിനിമ കാണേണ്ടത്. അതനുസരിച്ചല്ലേ സെൻസർ ബോർഡ് റേറ്റിംഗ് കൊടുക്കുന്നത്? അപ്പം നമ്മളൊരു 16+ റേറ്റിംഗ് ഉള്ള ഒരു മൂവി നമ്മളൊരു കുട്ടിയെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത് അതൊരു ശരിയായിട്ടുള്ള ഒരു നടപടിയല്ലല്ലോ. കുട്ടിക്ക് അതെ, സിനിമ എത്ര മികച്ചതാണെങ്കിലും കുട്ടിക്ക് പോകണം നിർബന്ധം പറഞ്ഞ എന്ത് ചെയ്യും? സെൻസർ ബോർഡിൽ തന്നെ അതിനുള്ള ഇത് കൊടുക്കുന്നുള്ളൂ. എ സർട്ടിഫിക്കറ്റ്, യു സർട്ടിഫിക്കറ്റ്, യു സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം കൊടുക്കുന്നത്. പക്ഷെ അങ്ങനെ കൊടുത്താലും നമ്മളിങ്ങനെ കുട്ടിയും കൊണ്ട് പോകുമല്ലോ തിയേറ്ററിൽ. ഇപ്പോൾ നമ്മൾ അത്തരത്തിലൊരു 16+ മൂവി ആണെങ്കിലും ഒരു മൂവി ആണെങ്കിലും കുട്ടികൾക്ക് ഇതേപോലെ വാശി പിടിക്കണമെന്ന് പറഞ്ഞാൽ പാരൻസ് അങ്ങനെ പോണോ? അതാണ് സംഭവം. നമ്മളതിനെ എതിർക്കേണ്ടതല്ലേ? ഇപ്പൊ എല്ലാം നമ്മുടെ കൈയുടെ തുമ്പത്തല്ലേ. ചുമ്മാ മൊബൈൽ എടുത്ത് നോക്കി എന്തൊക്കെ കാണാം നമുക്ക്. തിയേറ്ററിൽ തന്നെ പോകണമെന്നുണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം 2-3 വയസ്സായ കുട്ടികൾക്ക് വരെ മൊബൈലായി കൊറോണ കഴിഞ്ഞ പിന്നെ. എല്ലാം അറിയാം പിള്ളേർക്ക്. ഇപ്പൊ എടുത്ത് നമുക്ക് എനിക്കറിയാത്ത വരെയും പിള്ളേർക്ക് അറിയാവുന്നതാണ് മൊബൈൽ യൂസ് ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള പിള്ളേര് തിയേറ്ററിൽ പോണവര് പോട്ടേന്നേ, നല്ലതല്ലേ. ഗായത്രി പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പോൾ പ്രണവിനോടുള്ള പ്രണയം. നല്ല പ്രാസമുള്ളത് പ്രണവിനോടുള്ള പ്രണയം. നല്ല ടൈറ്റിൽ. പ്രണവിനോടുള്ള പ്രണയം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് പറഞ്ഞു ദുൽഖറിനോട്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ? അപ്പൊ എനിക്ക് കിട്ടിയൊരു തെറ്റായ ഇൻഫോർമേഷൻ ആയിരിക്കും, സോറി. അങ്ങനത്തെ ഇൻഫർമേഷൻ എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടിയതിന്റെ പുറത്ത് ഞാൻ ചോദിച്ചു. ദുൽഖറിനോട് പ്രണയം ഇതേപോലെ പ്രണവിനോട് പോലെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? അറിയാണ്ടെങ്ങാനും ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇതാണ്, നമ്മളിപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പോയാൽ ഇതുപോലുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇല്ലല്ലേ? ഇപ്പൊ അതിനെ തിരുത്താനൊന്നും അങ്ങനെ ഗായത്രി അങ്ങനെ മെനക്കെടാറില്ല. തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഗായത്രി പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് തിരുത്താനല്ലേ. എന്ത് തിരുത്താൻ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരുത്തി പറയാനായിട്ട്. ജെന്യൂനായിട്ട് പറഞ്ഞല്ലേ എല്ലാം. ഈശ്വര, നിങ്ങൾ എല്ലാരും കൂടി അല്ലല്ല, ഇല്ല. പ്രണവിന്റെ കാര്യം ഈ പറഞ്ഞ പോലെ വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു കാലത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോ ഞാൻ വളരെ ഫോക്കസ്ഡ് ആണ്, വളരെ അല്ലല്ല എന്റെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നേരത്തെ എനിക്ക് കുറെ സിനിമകൾ ചെയ്യണമെന്നുണ്ട്, കുറച്ചുകൂടി ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇനി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ എനിക്ക് 20കളിൽ ഞാൻ ഈ മെറ്റീരിയലിസ്റ്റിക് വേൾഡിനെ ഞാൻ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എൻ്റെ 20കളിൽ. ഇനി എനിക്ക് അത് പൈസ, കുറെ ട്രാവൽ ചെയ്യണം, എന്താക്കും, നല്ല ഡ്രസ്സ്, അങ്ങനെ അതൊക്കെയാണ് എൻ്റെ താല്പര്യങ്ങൾ. ഇപ്പോൾ പ്രണവിനെ നേരിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. കാരണം പ്രണവ് ഒരു പക്ഷേ എനിക്ക് പ്രണവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു തോന്നി ഇതൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരാളെ അല്ലല്ലേ. ഈ പറയുന്ന ട്രോളുകളൊന്നും പ്രണവിനെ അങ്ങനെ ബാധിക്കാറില്ല. എനിക്ക് തോന്നുന്നു ഗായത്രി ഇതിനെ കുറിച്ച് പറയുമ്പോ എനിക്ക് തോന്നുന്നു അദ്ദേഹം അറിഞ്ഞിട്ടോന്ന് തന്നെ, അറിഞ്ഞാൽ തന്നെ ഒന്നും പുള്ളിക്കാരൻ അതൊന്നും അങ്ങനെ മനസ്സിൽ വെക്കാതെ ഒരു ചിരിയിലൂടെ ഞങ്ങൾ ഇന്ന് എന്തോ പ്രണവിന്റെ കാര്യം വന്നു. അപ്പോ എന്റെ സ്റ്റൈലിസ്റ്റ് പറഞ്ഞതാണ്, എത്ര പേർക്കാണ് പ്രണവിനെ ഇഷ്ടം എന്ന്. ശരിയാണ്, ആലോചിച്ച് നോക്കുമ്പോ ഒരുപാട് പേര് പ്രണവിനെ ആഗ്രഹിക്കുന്നുണ്ടാവാം. ചേച്ചി ചിലപ്പോ തുറന്ന് പറഞ്ഞതായിരിക്കും എന്ന്. ശരിയാണത്. ജെന്യൂനായിട്ട് പറഞ്ഞാണെന്ന് എല്ലാരും ഇത് പറയണമെന്നുണ്ടോ? നമുക്ക് എത്ര പേര് ഇഷ്ടമുണ്ട്, എല്ലാവരുടെ പേര് പറയാൻ പറ്റുമോ? അല്ലെ, ഗായത്രി എന്തുകൊണ്ടായിരിക്കാം ഗായത്രിക്ക് അങ്ങനെ തോന്നുന്നത്? ഇപ്പൊ സ്റ്റൈലിസ്റ്റ് പറഞ്ഞല്ലോ ഒരുപാട് പേർക്ക് പ്രണവിനോട് ഒരു ഇഷ്ടം തോന്നാന്ന്. എന്തുകൊണ്ടായിരിക്കാം പ്രണവിന്, പെൺകുട്ടികൾക്കെല്ലാം പ്രണവിനോടൊരു, ലാലേട്ടന്റെ മകൻ
അങ്ങനെ മാത്രമല്ല, ഇപ്പം 2 സിനിമയിൽ അങ്ങനെ എത്രയോ നടന്മാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. പ്രണവിനോടൊരു താല്പര്യം പെൺകുട്ടികൾക്ക് ഇത്രയധികം തോന്നാനുള്ള റീസൺ ആയിട്ട് ഗായത്രിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? പ്രണവിനോട് മാത്രമല്ല, പണ്ട് പൃഥ്വിരാജിനോട് ഉണ്ടായിരുന്നു അത്. പൃഥ്വിരാജ് സാറിനോട് ഉണ്ടായിരുന്നു. പ്രണവിനോട് എന്താണെന്ന് വെച്ചാൽ പ്രണവിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഭയങ്കര എലിജിബിൾ ആയിട്ടുള്ള ഒരു ബാച്ചിലർ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരും പ്രണവിന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരും പ്രണവിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. സോ ഒബ്വിയസ്ലി എല്ലാ പെൺകുട്ടികൾക്കും തോന്നുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ കിച്ചു നേരത്തെ പറഞ്ഞല്ലോ ഇരട്ട സിനിമയിലെ പെർഫോമൻസ്. ഞാൻ സത്യം പറഞ്ഞാൽ അതിനൊപ്പം തന്നെ ചോദിക്കേണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെയോ വഴിമാറിപ്പോയി. ഇരട്ട സിനിമയിൽ ആ റോളുണ്ടല്ലോ, അത്തരം ഒരു നമ്മളെ മനസ്സിലെ ആഴത്തിൽ, അതായത് പ്രേക്ഷകരെ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന അത്തരം ഹെവി പെർഫോമൻസ് ചെയ്യുമ്പോൾ ആസ് എ പെർഫോമർ എന്നുള്ള നിലയ്ക്ക് വ്യക്തിപരമായിട്ട് ആ ക്യാരക്ടർ വിട്ടുപോകാനായിട്ട് കുറേ ടൈം എടുത്തോ, അതോ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ ആ സ്പോട്ടിൽ തന്നെ നമ്മളെ മനസ്സിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു ആക്ടറാണോ? അത്രേ ഉള്ളൂ. കാരണം ഞാനായിട്ട് എപ്പോഴും ജീവിക്കാറ്, അതല്ലേ ഏറ്റവും സുഖം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലൈഫിൽ എന്തൊക്കെ അഭിനയിക്കാൻ നിൽക്കണം, ആരുടെ മുമ്പിൽ അഭിനയിക്കാൻ നിൽക്കണം, ആക്ഷൻ കട്ട് അതിൻ്റെ ഇടയിലുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഡയറക്ടർ പറയുന്നത് നമ്മൾ ചെയ്യാം. ഏതായാലും മലയാളികൾക്ക് പുതിയൊരു ഹൊറർ ജോണർ അല്ലേ? കാരണം ഞാൻ പൊതുവേ ഈ ഹൊറർ ജോണർ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമുക്കൊരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ തരുന്നത്. എന്നും നമ്മൾ ഒരേ ജോണർ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതൊരു വേറിട്ടൊരു ജോണറാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ മാത്രമല്ല, എല്ലാ ഹൊറർ ജോണിനും ഒരു പാസ്റ്റ് ഒരു ഇത് കാണും, ഒരു റിവഞ്ച് സ്റ്റോറി ഉണ്ടാവില്ലല്ലോ. അതെ, എപ്പോഴും ഒരു റിവഞ്ച് സ്റ്റോറി അതിനകത്ത് കാണും. അങ്ങനെ ഒരു റിവഞ്ച് എലമെന്റ് ഇതിനകത്തുണ്ടോ? അതാണ് ഞങ്ങൾ പറഞ്ഞത്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം വളരെ ചെറിയൊരു മൂവി ആയതുകൊണ്ടേ നമ്മൾ 1-2 കാര്യങ്ങൾ ഇപ്പൊ ടീസർ വരുമ്പോഴോ ട്രെയിലർ വരുമ്പോഴൊക്കെ മൂവിയുടെ ഓൾമോസ്റ്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകർക്ക് ഇത് കാണാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഇപ്പൊ ഞങ്ങൾ കുറച്ചൊക്കെ ഇതിനകത്ത് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഇപ്പൊ ട്രോൾ, ഇപ്പൊ ഗായത്രി നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ ട്രോൾ ചെയ്യുന്നു, ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രേക്ഷകർ കണ്ടതിന് ശേഷം അഭിപ്രായം പറയട്ടെന്ന് ഞങ്ങളും പറയണം. കാരണം ഇപ്പൊ ഗായത്രീനെ പേഴ്സണലി ഗായത്രിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടേ ഈ ഭയങ്കരമായ ട്രോളാണ് ഞങ്ങൾ പോസ്റ്റ് ഇടുമ്പോൾ ഒക്കെ വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂവി കണ്ടു കഴിഞ്ഞിട്ട് എന്തും നമുക്ക് കേൾക്കാം. നമ്മളതുകൊണ്ട് കമന്റ് ബോക്സ് ഒന്നും ഓപ്പൺ ആക്കുന്നില്ല. ജസ്റ്റ് ഇത് പോകുന്നതൊക്കെ പോട്ടെ എന്ന്, അതെല്ലാം നെഗറ്റീവ് നമ്മളെല്ലാം അതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊരു എലമെന്റ് ഉണ്ട്, പ്രേക്ഷകരെ നിരുത്സാഹപ്പെടുത്തില്ല എന്നുള്ളൊരു വിശ്വാസമൊക്കെ നമുക്കുണ്ട്. നമ്മുടെ ടീം അംഗങ്ങൾക്കെല്ലാം ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ്. അവരെന്ത് പറയുന്നു അതായിരിക്കും ഫൈനൽ വേർഡ്. ഗായത്രി ഇപ്പോൾ ട്രോളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഗായത്രി ഒരു സാരി ഉടുത്തോണ്ട് ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു ഒരു സിനിമയിൽ. അതും വലിയൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യുമ്പോൾ ഗായത്രി ഡയലോഗ് ഡെലിവറിയൊക്കെ വലിയൊരു ട്രോൾ മെറ്റീരിയലായി. അപ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, ഇനി വളരെ സൂക്ഷിച്ച് മാത്രമേ ഞാൻ കഥാപാത്രങ്ങളെ സെലക്ട് ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും ഇത്തരം കഥാപാത്രങ്ങൾ അവർ ഗായത്രി എന്നുള്ള ആക്ട്രസിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കഥാപാത്രങ്ങൾ ഇനി ചെയ്യും ഗായത്രി? അങ്ങനെ ട്രോളുകൾ എങ്ങനെ അവരെ ഭയന്നിട്ട് നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? പണി എന്താ? അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്യണോണ്ട് എനിക്ക് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. ഏതാണെങ്കിലും പിന്നെ ഫൈറ്റ് സീക്വൻസ് അത് കുറച്ചുകൂടി നന്നായിട്ടൊക്കെ ചെയ്യായിരുന്നു. യെസ്, ഓഫ് കോഴ്സ് ഞാൻ ചെയ്യും. സമയമുണ്ടല്ലോ. ഏതായാലും നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ സിനിമയിൽ നായികമാർ ഫൈറ്റ് ചെയ്യുമ്പോൾ, പൊതുവേ നടന്മാർ മാത്രം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് അത്ര ഒരു വാവ് മൂവ്മെന്റ് ഒന്നും ഇല്ലല്ലോ. അത് വളരെ സാധാരണഗതിയിൽ നടക്കുന്നത്. പക്ഷെ ഈ എല്ലാവരും ഈ ഫൈറ്റ് നടക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഫീമെയിൽ വരുമ്പോൾ പെട്ടെന്ന് നമ്മളെ ശ്രദ്ധ മുഴുവൻ ആ ഫീമെയിലിലേക്ക് ആവും. അവർ നന്നായി ഫൈറ്റ് ചെയ്താലും മോശമായി ഫൈറ്റ് ചെയ്താലും ആക്ട്രസ് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലേ? വളരെ നോർമലായി തുടങ്ങി എല്ലാ സിനിമയിലും അല്ലേ? പക്ഷെ അത് സാരി ഉടുത്ത് ചെയ്താലാണോ? സാരി ഉടുത്ത് ചെയ്തതാണോ? സാരി ഉടുത്ത് കണ്ടിരുന്നു. സാരി ഉടുത്ത് ചെയ്താലാണോ കുറച്ച്? ഞാൻ ഈ പറഞ്ഞ പോലെ എടുത്ത് അങ്ങനെ കാണാറില്ല സത്യമായിട്ടും. സാരി ഉടുത്ത് ചെയ്തേനായിരുന്നോ? ഒരു വടിയൊക്കെ ആയിട്ട്, അതല്ല, സാരി ഉടുത്ത് ചെയ്തേനായിരുന്നോ ട്രോളെന്ന്? ഒരു വടിയൊക്കെ വെച്ചുള്ളൊരു സംഭവം അതല്ലേ? ചെയ്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് ചെയ്താലും മോശമായിട്ട് ചെയ്താലും ഒരു ആക്ട്രസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ കയ്യടി കൊടുക്കണം. കാരണം ഇത്തരം ഒരു ചുവടുവെപ്പുകളാണല്ലോ. അങ്ങനത്തെ കമന്റ്സ് ഉണ്ടായിട്ടോ ഗായത്രി ചെയ്തേലേ? ഒരു ലേഡി ഒരു ഫൈറ്റ് ചെയ്തെന്നും പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെപ്പോഴും നമ്മളുടെ വീക്ക്നെസ്സിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമല്ലോ. ഏതായാലും ഓൾ ദി ബെസ്റ്റ്
സിനിമ ഗംഭീരമായ വിജയമാവട്ടെ. ഗായത്രിയുടെ കരിയറിൽ വലിയൊരു ബ്രേക്ക് ഉണ്ടാവട്ടെ. അതെ, ഈ സിനിമയ്ക്ക് ശേഷം പിന്നെ ട്രോളുകളൊന്നും ഇല്ലാതാവട്ടെ. താങ്ക് യു. ഓക്കെ, ഓക്കെ താങ്ക് യു.